ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാടായല്ലേ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് വന്നു, ഇപ്പോൾ എന്താ കുക്കിംഗ് വീഡിയോ ഒന്നും കാണാത്ത എന്താന്ന്. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് കൂട്ടായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വിഷമിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗിങ്, നമ്മൾ ട്രാവലിങ്ങിൻ്റെ വ്ളോഗിങ്, ചലഞ്ചിൻ്റെ വ്ളോഗിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കല്ലുമ്മക്ക റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കല്ലുമ്മക്ക കിട്ടിയപ്പോൾ ഞാൻ അടുത്ത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഈ കല്ലുമ്മക്ക ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ അതിനായിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. ഇനി പെട്ടെന്നൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാക്സിമം വെച്ചാലേ ആ പൊടിയൊക്കെ നമ്മുടെ കല്ലുമ്മക്കായിലൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പം പൊരിച്ചിട്ടാണ് ഇന്ന് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്, ഓയിലിനെ കാട്ടി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പുരട്ടി വെച്ച് നമ്മുടെ കല്ലുമ്മക്ക ഇതിലേക്ക് വെച്ച് പൊരിച്ചെടുക്കാം. പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ മിക്കവരും ചിലരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുവാണ്. കാരണം കല്ലുമ്മക്കായൊക്കെ ആണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്, പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്ക ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു കോരി ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണ അവിടെ തന്നെ കിടക്കട്ടെ. അതിലേക്ക് 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉള്ളിയാണ്. നിങ്ങൾക്ക് വേണേൽ സവാള എടുക്കാം. ഉള്ളി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു പിടി ഉള്ളി ഉണ്ടായിരുന്നു, അത് ചെറിയ രീതി അരിഞ്ഞതാണ്. അതും കൂടെ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തക്കാളി ചെറിയ രീതിയിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ തക്കാളിയും ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ പൊടി ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആ ഒരു കല്ലുമ്മക്കാട പൊടി മാത്രം എടുക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്ത്, നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച നമ്മുടെ കല്ലുമ്മക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ ആയിട്ട് എന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി കൈയെടുക്കുക, നമ്മൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഇത്ര ഇട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കല്ലുമ്മക്കാട ആ ഒരു മസാലയും തന്നെ ചെയ്യുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഒന്നും കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ ഇപ്പോഴും കൂടെ നമ്മൾ പൊടി ചെറുതായിട്ട് ഇട്ട് കൊടുത്താലേ ഒരു പ്രത്യേക ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഓൾറെഡി കല്ലുമ്മക്കാക്ക് ചെറിയൊരു ഉപ്പ് രസം ഉള്ളതുകൊണ്ട് നിങ്ങൾ അധികം ഉപ്പിട്ട് കൊടുക്കരുത്, അപ്പോൾ ഓവർ ഉപ്പായിപ്പോവും. ഇപ്പോൾ ഇതേ നല്ല അടിപൊളി വഴറ്റിയ നമ്മുടെ കല്ലുമ്മക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ bye bye.